അങ്ങനെ എരുമപ്പെട്ടി കളിച്ചതിന് ശേഷം കളിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മുട്ടിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ട് അന്നൊരു 84 ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിരുന്ന ആദ്യത്തെ ഓപ്പറേഷൻ. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യം വന്നില്ല. പിന്നീട് ഒരു 6-7 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്കൊരു ഇഞ്ചുറി വന്നു. അത് തൃശ്ശൂർ എന്നെ ഡേവിഡ് കളിക്കുന്ന സമയത്ത് കാർട്ടിലേജ് പൊട്ടി അന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പോലീസ് ടീമിൽ കളിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഈ പോലീസ് ടീമിലേക്ക് എടുത്തതിന് ശേഷം പുറത്തു പോയി ക്ലബ്ബുകൾക്ക് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? അത് നല്ലോണം ഉണ്ടായിരുന്നു. നല്ലോണം എന്ന് വെച്ചാൽ കൂടുതലായിരുന്നു എനിക്ക്. കാരണം അന്ന് പറപ്പൂർ വീടാണ്, പിന്നെ അപ്പോൾ അതിന് റേഷൻ കടയും കൊപ്ര ബിസിനസ് ഒക്കെയാണ്. അപ്പോൾ അന്ന് വീട്ടിലൊന്നും അങ്ങനെ വലിയ ഒരു സാമ്പത്തിക നിലയുള്ള വീടൊന്നുമല്ല. അപ്പോൾ അന്ന് ഇങ്ങനെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓഫർ കിട്ടും, കുറച്ച് കാലത്ത് നല്ലൊരു ഇത് കിട്ടും. അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഞാൻ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാൾ അതുപോലെ ഗോവയിൽ MRF ഇവരൊക്കെ തന്നെ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ജോലിയിലുണ്ടായിരുന്നുകൊണ്ട് ലീവ് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ലീവില്ലാതെ ജോലി കളഞ്ഞു പോകാൻ ഞാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്തിരുന്നു. ഒത്തിരി കളികൾ സാറ് കളിച്ചിട്ടുണ്ടാവും. ഈ കളികൾ ഇഷ്ടപ്പെട്ട കളി എവിടെ വെച്ചായിരുന്നു? ഇപ്പം നമുക്ക് മനസ്സിനൊരു ഇഷ്ടപ്പെടുമല്ലോ, ഈ കളി കളിച്ചതിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കയറുമ്പോൾ എനിക്ക് അത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തൃശ്ശൂർ ഫെഡറേഷൻ കപ്പ് കളിക്കുന്ന സമയത്ത് അതൊരു വേറെ ഫീലായിരുന്നു. കാരണം നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ, ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് തൃശ്ശൂർ കളിക്കും. പക്ഷെ കോഴിക്കോട് കളിക്കുന്ന സമയത്ത് അത് വേറൊരു ഫീലാണ്. അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതയുണ്ട്. അതുപോലെ എറണാകുളം, അപ്പോൾ ഓരോ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഡൽഹി പോകുമ്പോൾ ചില ഗ്രൗണ്ടിൽ പോയാൽ നമുക്ക് അത്ര ഒരു ഫീൽ കിട്ടില്ല കളിക്കാനായിട്ട്. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൗഡ് ഭയങ്കരമാണ്. ഇപ്പോൾ തൃശ്ശൂരായാലും എറണാകുളത്തായാലും കോഴിക്കോട് ഒക്കെ നല്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ കോഴിക്കോട്. പക്ഷേ തൃശ്ശൂർ ബ്രേക്ക് ചെയ്തു. ഫെഡറേഷൻ കപ്പ് സമയത്ത് തൃശ്ശൂർ ബ്രേക്ക് ചെയ്തെങ്കിലും ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ എവിടെ കളിക്കുമ്പോഴും ക്രൗഡ് ഉണ്ടാവാറുണ്ട്. പുറത്ത് കളിക്കുമ്പോൾ കുറച്ച് കുറയും. കാര്യം ഇപ്പം ഡൽഹിയിലോ കൽക്കട്ടയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ടീമിൻ്റെ കളിക്കാണ് കൂടുതൽ. ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഫീല്. പക്ഷേ നമ്മളും ഏകദേശം ഫിഗർ ആയപ്പോൾ ഇപ്പോൾ കേരള പോലീസും ടൈറ്റാനും അല്ലെങ്കിൽ കേരള പോലീസും ഈസ്റ്റ് ബംഗാൾ കളിക്കുമ്പോഴും നമ്മുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവില്ല. കാരണം നമുക്ക് കൽക്കട്ടയിൽ സപ്പോർട്ടേഴ്സ് ഇല്ല. അപ്പോൾ മോഹൻ ബഗാൻ്റെ ആണെങ്കിൽ അവരുടെ ആൾക്കാരുണ്ടാവും, ഈസ്റ്റ് ബംഗാളിൻ്റെ ആണെങ്കിൽ അവരുടെ ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലാകുമ്പോൾ കോമൺ ആയിട്ട് ഫുൾ പാക്കഡായിട്ട് ആൾക്കാർ. ഇപ്പൊ ഈ ISL വന്നപ്പോൾ ഈ പിള്ളേർക്ക് ഇപ്പൊ പെട്ടെന്ന് സന്തോഷ് ട്രോഫി ടീമിലേക്ക് എത്തിപ്പെടാൻ ഉള്ളൊരു പഴുത് കുറഞ്ഞതോ അതോ കൂടിയോ? സന്തോഷ് ട്രോഫി ടീമിൽ കയറാൻ പഴുത് കൂടി. കാരണം സന്തോഷ് ട്രോഫി ഞങ്ങൾ കളിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഐ ലീഗ് വരുന്നതിന് മുമ്പായിട്ട് ഇന്റർനാഷണൽ താരങ്ങൾക്കൊക്കെ കളിക്കാം. അതായത് ഇപ്പോൾ ബംഗാളിൻ്റെ നാഷണൽ പ്ലെയേഴ്സിന്, ഇന്റർനാഷണൽ പ്ലെയേഴ്സിന്, ഗോവയിലത്തെ ഇന്റർനാഷണൽ പ്ലെയേഴ്സിന്, കേരളത്തിലെ ഇന്റർനാഷണൽ പ്ലെയേഴ്സിന്, അല്ല പഞ്ചാബ്, അവർക്കൊക്കെ കളിക്കാമായിരുന്നു. ഏത് ക്ലബ്ബിലെ കളിക്കാർക്കും കളിക്കാമായിരുന്നു. ഈസ്റ്റ് ബംഗാൾ, കേരള പോലീസ്, ടൈറ്റാനിയം ആർക്കും വേണമെങ്കിൽ കളിക്കാം. പക്ഷെ ഐ ലീഗ് വന്നപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ പങ്കെടുക്കുന്ന ആർക്കും കളിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഇതൊന്നും കളിക്കാത്ത ആൾക്കാർക്കാണ് ഇപ്പോൾ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചാൻസ് കൂടി. ഇപ്പോൾ ISL കളിക്കുന്നവർ വരാണെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന ഒറ്റ പിള്ളേർക്ക് ചാൻസ് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് ചാൻസ് കൂടി. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ 8 കൊല്ലം 9 കൊല്ലം 10 കൊല്ലമൊക്കെ കളിക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ചുപേര് എപ്പോഴും ആ ടീമിലുണ്ടാവും. ഇന്നിപ്പോൾ നാഷണൽ ഐ ലീഗ് കളിക്കുന്നവർക്കോ അല്ലെങ്കിൽ ISL കളിക്കുന്നവർക്കോ സന്തോഷ് ട്രോഫി കളിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീമിന്റെ ഇത് കുറഞ്ഞു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മണിപ്പൂരിൽ നിന്നൊക്കെ അവരുടെ ഇന്റർനാഷണൽ താരങ്ങൾ വരും, കൽക്കട്ടയിൽ നിന്ന് വരും, ഗോവയിൽ നിന്ന്, ഇതൊന്നും ആരും വരുന്നില്ല. ഇപ്പൊ എല്ലാം കളിക്കുന്നത്. പണ്ട് ആർക്കും കളിക്കാം. ഇന്റർനാഷണൽ താരങ്ങളാണ് ഫുള്ള് ഉണ്ടാവുക. ബംഗാൾ ടീം എന്ന് പറഞ്ഞാൽ 22 പേരുണ്ടെങ്കിൽ 22 പേര് ഇന്റർനാഷണൽ താരങ്ങളായിരിക്കും. അപ്പൊ കേരളത്തിലാകുമ്പോൾ നമ്മൾ 5-6 പേരുണ്ടാവും. ഗോവയിൽ നിന്നുണ്ടെങ്കിൽ അപ്പോൾ അന്ന് അവർക്കാണ് ഇമ്പോർട്ടൻസ്. ഇന്ന് അവർക്ക് കളിക്കാൻ പാടില്ല. ഇന്ത്യ കളിച്ചൊരുക്കൊന്നും സന്തോഷ് ട്രോഫി കളിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ചാൻസ് കൂടുതലാണ്. അവാർഡുകൾ ഏതൊക്കെ കിട്ടിയത്? അവാർഡുകൾ എനിക്ക് എന്താ പറയുക, രാഷ്ട്രപതിയുടെ അത് എനിക്ക് പ്രസിഡന്റ് പോലീസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ സർവീസിൽ കിട്ടിയ. പിന്നെ ഫുട്ബോൾ കിട്ടിയിരിക്കുന്നത് എനിക്ക് പിന്നെ ഗവൺമെന്റിന്റെ ഒരു അവാർഡ് കിട്ടിയിരുന്നു. 1 ലാഖിന്റെ ജീവരാജ അവാർഡിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജിമ്മി ജോർജ് അവാർഡ്, ഒരു 8-9 അവാർഡുകൾ എനിക്ക് കിട്ടി. ഭരതൻ ഒക്ടോപാൽസിന്റെ അവാർഡുകൾ, പിന്നെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട്, ഡൂറൻ കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട്, പിന്നെ ഫെഡറേഷൻ കപ്പിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട്, മനോരമയുടെ ഒരു ഫെഡറേഷൻ കപ്പിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് ഗോൾഡൻ ബോളാണ് കിട്ടിയത്. അന്നൊരു 7 പവനോളുണ്ട്. അന്ന് കോഴിക്കോട് ഫെഡറേഷൻ കപ്പിൽ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. സന്തോഷ് ട്രോഫി കളിച്ച് നമ്മൾ ഫൈനലിൽ എത്തിയപ്പോൾ കപ്പെടുത്തപ്പോൾ സാറിന് എന്താ തോന്നിയത്? കേരളത്തിന് വേണ്ടി കപ്പ് ഉയർത്തുമ്പോൾ ഒരു നമ്മള് ജയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ജയിച്ചില്ല, തോറ്റിരുന്നു. കാരണം അതെവിടെയായിരുന്നു? 87 നമ്മള് കൊല്ലത്ത് നല്ല ടീമായിരുന്നു. അന്ന് നമ്മൾ ഫൈനലിലെത്തി. ഫൈനലിൽ നമ്മൾ പഞ്ചാബായിട്ട് തോറ്റു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ
2 പ്രാവശ്യം നമ്മൾ തോറ്റു. പിന്നെയാണ് നമ്മൾ കോയമ്പത്തൂർ വെച്ചിട്ട്, അപ്പം അന്ന് നമുക്ക് അത്ര വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതാണ് നമുക്ക്, കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല വിജയിക്കുന്നത്. പക്ഷെ അത് ജാഫർക്കായിരുന്നു കോച്ച്. പക്ഷെ 2-3 മാച്ച് കഴിഞ്ഞപ്പോഴേക്കും ടീം സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കളിക്കുന്നത് ഇവിടെയാണ്, എറണാകുളത്ത്. 2 കളി നമ്മൾ ജയിച്ചു. പിന്നെ തോറ്റു. 7 പ്രാവശ്യം കളിച്ചാൽ 4 പ്രാവശ്യം ഫൈനൽ തോറ്റു, 2 പ്രാവശ്യം ജയിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ഫൈനലിൽ തോറ്റതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം? അത് ബാഡ് ലക്കാണ്. കാര്യം അതുവരെ നന്നായി കളിച്ച് സ്കോർ ചെയ്ത് വന്നതായിരുന്നു. 10-22 ഗോളായിട്ട് ടോട്ടൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലിൽ അതൊരു ബാഡ് ലക്കായിപ്പോയി. കളിച്ച് വരുന്ന കാലഘട്ടങ്ങളിൽ ടീമുകൾക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ സന്തോഷ് ട്രോഫി ടീമിലേക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും എത്തിപ്പെടാനായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, അതേതായിരുന്നു? കേരള കോളേജിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ പോലീസിൽ ജോയിൻ ചെയ്തു. പോലീസിൽ പഠിക്കുമ്പോൾ സന്തോഷ് ട്രോഫിയിൽ കിട്ടി. സന്തോഷ് ട്രോഫി കളിക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിൽ കിട്ടി. അപ്പോൾ അതിൽ നിന്നാണ് സെലക്ഷൻ നടന്നിരുന്നത്. ഇന്നത്തെ പോലെ പിന്നെ എന്താ നമുക്ക് ടൂർണമെന്റ് കളിക്കാൻ ഭാഗ്യമുള്ളതുകൊണ്ട് ആ കളി കണ്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രഗിള് വന്നിട്ടില്ല. നമ്മൾ ലോക ഫുട്ബോൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ പല കളിക്കാരും ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടാവും. മെസ്സി ആണെങ്കിലും ഏത് കളിക്കാരനായാലും. അപ്പോൾ അതേമാതിരി ഇപ്പോൾ സാറിന് ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരൻ ആരായിരിക്കും? അത് കറക്റ്റായിരുന്നു. കാരണം ഞാൻ അന്ന് കളി തുടങ്ങുന്നത് 82. ആ സമയത്ത് ആദ്യത്തെ വേൾഡ് കപ്പ് നടക്കുന്നത് 82-ലാണ്. 82, 86, 90. 82 എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും TV ഒന്നുമില്ല. പറപ്പൂര് ആകെ ഒരു TV എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്യാച്ച് വർഗീസ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അതും ഞങ്ങൾക്ക് ഇവിടെ പോകണം, ഊരത്തി പിന്നെ ചാലക്കിൽ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ 1-2 കിലോമീറ്റർ നടക്കണം. അന്ന് ആണ് ആദ്യമായിട്ട്. അപ്പോൾ അന്ന് 82-ലൊക്കെ മറഡോണ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അന്ന് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല മറഡോണനെ. നമ്മൾ വീട്ടിലിപ്പോൾ കാണാൻ ചെന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു കളി കഴിഞ്ഞാൽ 4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന വരിക, ഒരു വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങും. അവരെ വീട്ടിൽ തന്നെ, പുറത്തേക്കൊന്നും പോകാൻ പറ്റും. കാരണം പിന്നെ പോയിട്ട് വരാൻ പറ്റില്ല, പുലർച്ചൊന്നും വരാൻ. 86 ആയപ്പോഴേക്കും കുറച്ചും കൂടി നമ്മുടെ മറഡോണയുടെ ഒരു വരവായിരുന്നു. അങ്ങനെ അർജന്റീനയുടെ നമ്മൾ പിന്നെ മറഡോണനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ ടീം എന്ന് പറഞ്ഞാൽ 82-ലെ വേൾഡ് കപ്പിന് ഫൈനൽ കളിച്ചത് ജർമ്മനി ആയിരുന്നു. 86-ലും ഫൈനലിൽ ജർമ്മനി ഉണ്ടായിരുന്നു. 90-ലും ജർമ്മനി ഉണ്ടായിരുന്നു. ഈ 3 വർഷം അടുപ്പിച്ച് വന്ന ടീമാണ്. അപ്പം അന്ന് എനിക്ക് മൊത്തത്തിലെ ടീമിനോട് തോന്നിയത് ജർമ്മനിയോടാണ്. പക്ഷെ കളിക്കാരൻ എന്നുള്ളത് 86-ലെ മറഡോണയുടെ ആ ഒരു ഗെയിമും ആ വരവിലാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. ഞാൻ മറഡോണയാണ് അന്ന് ഇൻസ്പയർ ചെയ്തത്, കളിച്ചതും അദ്ദേഹത്തിന്റെ കളിയുടെയാണ് ഒരു ബ്രെയിൻ എനിക്ക് കിട്ടിയത്. നമ്മൾ ഡ്രിബിൾ ചെയ്യുന്നത് വേറൊരു തരത്തിലായിരുന്നു. പക്ഷെ ആ കളി കണ്ടതിന് ശേഷം മറഡോണ, അപ്പം അങ്ങനെയാണ് എനിക്ക് മറഡോണ ഒരു കളിക്കാരൻ എന്നുള്ളത്. ഇപ്പോൾ മെസ്സിയുടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ റൊണാൾഡോയുടെ ഉണ്ട്, കുറേ കളിക്കാരുടെ കളി കണ്ടിട്ടുണ്ട്, ബെക്കാമിൻ്റെ കളി കണ്ടിട്ടുണ്ട്. മെസ്സിയുടെ ഒക്കെ വേറെ ഡിഫറെൻറ്റ് ശൈലികളാണ്. പക്ഷെ അന്ന് നമുക്ക് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇൻസ്പിറേഷൻ നമ്മുടെ മൈൻഡിൽ കയറി കളിക്കാരൻ മറഡോണയാണ്. അതെ അതെ അല്ലേ. ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പോൾ കേരള ടീമിൽ എത്തിപ്പെടാനായിട്ട് എവിടുന്ന് തൊട്ട് നമ്മൾ ഇതിനെ പരിശീലനം നടത്തണം? ശരിക്കും ഇത് പറയാം, ബേസിക് തുടങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഞാൻ പോയ സമയത്ത് അവിടെ കണ്ടിരിക്കുന്നത് പറഞ്ഞാൽ 7-8 വയസ്സാണ് ഒരു ഗ്രൂപ്പ്, 9-10 വേറെ ഗ്രൂപ്പ്. അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇവിടെ അങ്ങനെ അക്കാഡമീസ് ഇപ്പോൾ കുറേ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, ഇപ്പോൾ ഭയങ്കരമായിട്ട് അതുണ്ട്. പക്ഷേ ശരിക്കും ഇത് ബേസിക് പഠിക്കേണ്ടത് കുട്ടികളായിരുന്ന സമയത്താണ്. 7 വയസ്സ് 8 വയസ്സിലാണ് അവരുടെ ആ മോൾഡിങ്. അത് കഴിഞ്ഞാൽ അവരെ ആ സമയത്ത് എന്ത് മനസ്സിലാക്കി കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പഠിക്കാനില്ല. ഇത് ബേസിക് കുറച്ച് സ്കില്ലേ പഠിക്കുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നമ്മൾ പെർഫെക്ഷനാണ് പിന്നെ നമ്മൾ ഏജ് കൂടുന്തോറും കൊണ്ടുപോകുന്നത്, പിന്നെ എക്സ്പീരിയൻസും. അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെയാണ് ശരിക്കും അതിൻ്റെ ബേസിക് വരേണ്ടത്. ഇന്ത്യൻ ടീം വിദേശ രാജ്യങ്ങളിൽ പോയി കളിക്കുമ്പോഴേ കളിക്ക് സ്പീഡ് ഇല്ലാത്ത ഒരു തോന്നൽ തോന്നിയിട്ടുണ്ട് പണ്ടൊക്കെ. കളിക്കുന്ന സമയത്തുണ്ട്. പക്ഷേ സ്പീഡിലല്ല, നമുക്ക് നമ്മുടെ പാറ്റേൺ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വിദേശ ടീമെന്ന് പറഞ്ഞാൽ അവർ ഹാർഡ് ഫുട്ബോളാണ് കളിക്കുന്നത്. ഹാർഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സോഫ്റ്റ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സോഫ്റ്റ് ഫുട്ബോൾ കളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും ഹാർഡ് ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഹാർഡ് ഫുട്ബോൾ. അപ്പോൾ വിദേശ കോച്ചുകളെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് ഫുട്ബോൾ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ അതിനുള്ള ബേസിക് ഒരു ഗ്രിപ്പ് നമുക്ക് ചെറുപ്പം മുതൽ കിട്ടണം. നമുക്ക് ചെയ്യാനുള്ള സ്കില്ലുകൾ നമ്മൾ ബേസിക് നമ്മൾ പഠിച്ചിരിക്കണം. അതില്ലാത്തതുകൊണ്ടാണ് വിദേശ കോച്ചുകൾക്ക് നമ്മളെ കളിക്കാരെ കാണുമ്പോൾ ചില പാസ് കൊടുക്കുമ്പോൾ അവർക്കറിയാം അവർക്കറിയാം സ്കില്ലില്ല എന്നറിയാം. നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയായിരിക്കും സാറിൻ്റെ അഭിപ്രായത്തിൽ? അത് പറയാൻ പറ്റില്ല. കാരണം ചില ടീമിനോടുള്ള താല്പര്യം കൊണ്ട് വരുന്നതാണ്. ഇപ്പം പക്ഷെ ഞാൻ പറയണേ മലപ്പുറത്താണ് അന്ന് തൊട്ട് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കളിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി സമയത്ത് ഇപ്പോൾ കോഴിക്കോട് കളി നടക്കുകയാണെങ്കിലും, കണ്ണൂർ നടക്കുകയാണെങ്കിലും, കോയമ്പത്തൂർ നടക്കുകയാണെങ്കിലും, തൃശ്ശൂർ നടക്കുകയാണെങ്കിലും, എറണാകുളത്ത് നടക്കുകയാണെങ്കിലും മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ കളി കാണാൻ ആൾക്കാർ വരുന്നത്. അത് നമുക്ക് ഒരു പ്രവചിക്കാൻ പറ്റില്ല.
കാരണം കോയമ്പത്തൂർ നമ്മൾ സന്തോഷ് ട്രോഫി ജയിക്കുന്ന സമയത്ത് മലപ്പുറം രജിസ്ട്രേഷനാണ് അവിടുത്തെ കൂടുതൽ വണ്ടികൾ. തൃശ്ശൂരായാലും എവിടെയായാലും മലപ്പുറക്കാരാണ് കൂടുതലും. പിന്നെ കോഴിക്കോടുകാർക്ക് ഒരു ഇതെന്ന് വെച്ചാൽ മലപ്പുറത്ത് ആൾക്കാർ കൂടുതലും വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടും കളിയാണ് ആൾക്കാരാണ്. പണ്ട് കാലത്ത് ഒരു ഗ്യാലറി മൊത്തം ലേഡീസാണ്. അന്ന് അങ്ങനെ വന്നിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനൊക്കെ കളിക്കുന്ന സമയത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണികൾ കേരളത്തില് മലപ്പുറത്തിന് വെല്ലാൻ ആരുമില്ല. ഭാവി തലമുറയെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? കളിക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ബേസിക് പഠിപ്പിക്കുന്നതനുസരിച്ചിരിക്കും. നമുക്ക് മെയിനായിട്ട് പറയാന്ന് നല്ല ഡിസിപ്ലിനായിട്ട് ഇരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, നല്ല മൈൻഡിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുക. എങ്ങനെ കളിക്കണം എന്നുള്ളൊരു കളിക്കാരോട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓരോ മാച്ചിനും ഡിഫറെൻ്റാണ്. ചില സമയത്ത് ഭയങ്കര ഓഫായി പോകും, ചിലപ്പോൾ ഭയങ്കര പെർഫോം ചെയ്ത് പോകും. പക്ഷേ നമ്മൾ മെയിനായിട്ട് റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ മുടക്കാതെ ഏത് കോച്ചിൻ്റെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല പ്രാക്ടീസ് വേണം. പിന്നെ നല്ല റെസ്റ്റ് എടുക്കുക. പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക, നമ്മളെപ്പോഴും ഒരു കളിക്കാരനായിട്ടുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക. കോച്ചസ് അതിന് ഒരു ഘടകമാണ്. കോച്ചസാണ് അവരുടെ കൂടെ ഏതിപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരാണ് കുട്ടികളുടെ കൂടെ വേണ്ടത്. അവരുടെ ഓരോ ചലനങ്ങളും മാറ്റേണ്ടവരാണ്. കളിക്കാരെ സംബന്ധിച്ചോളം കുട്ടികളെ സംബന്ധിച്ചോളം അവർ ബേസിക് തൊട്ട് അവരുടെ കൂടെ ഉണ്ടാകുന്ന കോച്ചസാണ്. അപ്പോൾ അവരാണ് നല്ല രീതിയിൽ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പണ്ടത്തേക്കാൾ ആഘോഷങ്ങൾ കൂടുതലിന്ന് പൂരങ്ങളായാലും പെരുന്നാളും ആഘോഷം. അപ്പോൾ ഇതിനൊക്കെ കുട്ടികൾക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് പാരൻസ് അതിൽ കുറച്ച് ഇൻവോൾവഡ് ആണ്. കാരണം എവിടെ പോകുമ്പോൾ എല്ലായിടത്തേക്കും പോകുമ്പോൾ നിങ്ങൾ വാ. പിന്നെ രാത്രി 8-10 മണി ശേഷമുള്ള ഗെയിമുകളൊക്കെ ഒഴിവാക്കണം, പുറത്ത് വിടരുത്. കാരണം ഇന്നിപ്പോൾ ഫെഡ്ലൈറ്റും ഈ ഫൈസ് കോട്ടൊക്കെ വന്നുകൊണ്ട് ടർഫ് കോട്ട് രാത്രി പുലർച്ചെ നേരം മുളക്കോളൊക്കെയാണ് കളി നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഡ്രോബാക്സ് ആണ്. കാരണം രാത്രി ഉറക്കം കിട്ടില്ല, പിന്നെ ബോഡി ഓവർ ഇതാവും. അപ്പോൾ പാരൻസും കോച്ചസും ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഒരു ഇത് കഴിഞ്ഞാൽ അവരെ പിന്നെ പുറത്തേക്ക് വിടരുത്. പ്രാക്ടീസ് കഴിഞ്ഞ് വരെ അവരുടെ ഭക്ഷണമൊക്കെ റെസ്റ്റ് എടുക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കാൻ ഫോളോ ചെയ്യുക. പിന്നെ അവരെ മറ്റുള്ള ഇതിലേക്ക് മാറാതിരിക്കാൻ നോക്കണം. സാറ് കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഫാമിലി എങ്ങനെയാണ് സാറേ? എനിക്ക് വൈഫ് ബീന, അവൾ ടീച്ചറായിരുന്നു, അവൾ റിട്ടയറായി. എനിക്കൊരു മകള് പിങ്കി പാപ്പച്ചൻ, അവൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് യുഎസിലാണ്. മരുമോൻ്റെ പേര് ഫ്രാൻസിസ് ജോസ് ആലപ്പാട്ട്. ഒരു മകളുണ്ട്, എമ്മ മരിയ ഫ്രാൻസിസ്. ഒരു മോള് 2.5 വയസ്സ്. ഇപ്പോൾ വൈഫും റിട്ടയറായി, കഴിഞ്ഞ വർഷം അവൾ റിട്ടയറായി. സാറ് ഏത് പോസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് റിട്ടയർഡ് ആയത്? ഞാൻ കമാൻഡൻ്റായിട്ട് റിട്ടയർഡ് ആയിട്ട് ഒരു 4-ാമത്തെ വർഷം. ഈ മെയിലേക്ക് 4 വർഷം. വൈഫ് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. അവള് ടീച്ചറായിരുന്നു രാമവർമ്മ ഗവൺമെൻറ് സ്കൂളിൽ. അപ്പം നമ്മൾ ഇത്രയും നേരം പാപ്പച്ചൻ സാറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.